ഇൻകം ഫ്രം നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റുകൾ എന്ന് പറയുന്നത് അവർ കൊടുത്തിട്ടുള്ള ലോണുകളാവാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോണുകൾ, ടേം ലോണുകൾ, അഗ്രികൾച്ചറൽ അഡ്വാൻസസ്, ഇതൊക്കെ ആവാം എന്ത് അവർ കൊടുത്തിട്ടുള്ള അസറ്റുകൾ എന്ന് പറയുന്നത് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റുകൾ നോൺ പെർഫോമിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ അസറ്റിൽ നിന്ന് പ്രത്യേകിച്ച് വരുമാനമൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. അതായത് RBI റൂൾ പ്രകാരം an asset become non performing asset when it ceases to generate income for bank. ബാങ്കിന് പ്രത്യേകിച്ച് ഇൻകം ഒന്നും ഈ അസറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ബാങ്ക് കൊടുത്തിട്ടുള്ള ഒരു ലോണ്, ആ ലോണ് 90 ദിവസത്തിലധികം അതിന് തിരിച്ചടവ് വരാതിരിക്കുകയാണെങ്കിൽ, അതായത് ലോൺ എടുത്തിട്ടുള്ള ആൾ അതിൻ്റെ അടവുകൾ, ഇൻസ്റ്റാൾമെൻറ്റ്സ് കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല, 90 ദിവസത്തിൽ കൂടുതൽ അതിന് പ്രത്യേകിച്ച് അടവൊന്നും വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള അസറ്റുകളൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം, നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ് ഓർ NPA. ഈ നോൺ പെർഫോമിംഗ് അസറ്റിന് ഷോർട്ടായിട്ട് നമ്മൾ NPA എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം സർട്ടൻ ചില അസറ്റുകളും അത് എപ്പോഴാണ് അത് NPA ആയി മാറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ടേം ലോണുകളാണെങ്കിൽ, ടേം ലോണുകൾ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ടേം ലോണുകൾ, ഇത്തരത്തിൽ ടേം ലോണുകൾ 90 ദിവസത്തിൽ കൂടുതൽ, മോർ ദാൻ 90 ഡേയ്സ് ഓവർ ഡ്യൂ ആയി കിടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ലോണുകൾ നമ്മൾ എന്തായിട്ട് പറയും, നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് കണക്കാക്കും. ഓക്കെ. ഇപ്പം 90 ദിവസത്തിൽ കൂടുതൽ. അതേപോലെ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ക്യാഷ് ക്രെഡിറ്റോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ ഇതേപോലെ 90 ദിവസത്തിലധികം ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ ബാങ്ക് മാറ്റണം. അവരുടെ അസറ്റിൽ ബാലൻസ് ഷീറ്റിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്തണം. ദെൻ അടുത്തത് അഗ്രികൾച്ചറൽ അഡ്വാൻസസ്. അതായത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ, അഗ്രികൾച്ചർ പർപ്പസിനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള അസറ്റ് എപ്പോഴാണ് നോൺ പെർഫോമിംഗ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, അതിൻ്റെ ഹാർവസ്റ്റ് സീസൺ കഴിഞ്ഞാൽ, റിമൈനിങ് ഓവർ ഡ്യൂ ഫോർ 2 ഹാർവസ്റ്റ് സീസൺ. അപ്പോൾ ഹാർവസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വിളവെടുപ്പ് കാലാവധി. ഇതിന് പ്രത്യേകം ടൈം പീരീഡ് അല്ല പറയുന്നത്, ആ അഗ്രികൾച്ചർ ഏത് അഗ്രികൾച്ചർ ആണോ അതിൻ്റെ വിളവെടുപ്പ് കാലാവധി. 2 വിളവെടുപ്പ് കാലാവധി കഴിഞ്ഞിട്ടും ഇതിൻ്റെ തിരിച്ചടവ് വന്നിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള അഗ്രികൾച്ചർ ലോണുകളെ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ 2 ഹാർവസ്റ്റ് പീരീഡ്, അതാണ് അതിൻ്റെ കണക്ക്. ദെൻ നെക്സ്റ്റ് വൺ അതർ ലോൺ. ഇത് കൂടാതെയുള്ള മറ്റ് അതർ ലോൺസുകൾ, അതായത് ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ബില്ല് പർച്ചേസ് ചെയ്ത ഡിസ്കൗണ്ട് ചെയ്ത ബില്ലുകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോണുകൾ, ഇതെല്ലാം 90 ദിവസത്തിലധികം ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മളതിനെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അസറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ഇതിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റിനെ വീണ്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 90 ദിവസത്തിലധികം നമ്മൾ തിരിച്ചടവ് വരാത്ത അസറ്റുകളെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് അസറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് വിച്ച് ഡു നോട്ട് ക്യാരി മോർ ദാൻ ദി നോർമൽ ക്രെഡിറ്റ് റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ബിസിനസ്. അതായത് വിച്ച് ആർ നോട്ട് NPA അല്ലാത്ത അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡേർഡ് അസറ്റുകൾ എന്ന് പറയാം. നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലാത്ത അസറ്റുകൾ നമുക്ക് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകൾ. ഇനി ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്നും ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നും ലോസ് അസറ്റ്സ് എന്നും നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം മുതൽ 12 മാസം വരെ, അതായത് 1 ഇയർ വരെ നമ്മൾ തിരിച്ചടവ് വരാത്ത അസറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. അതായത് നോൺ പെർഫോമിംഗ് അസറ്റാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് എക്സീഡിങ് 12 മന്ത്സ് വരെ, 1 വർഷം വരെ അത്, അല്ലെങ്കിൽ 12 മാസം വരെ അത് എന്താ പറയുക,
തിരിച്ചടവില്ലാതെ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാതെ തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളാണ് നമ്മൾ എന്ത് പറയുക, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഈ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞിട്ടും ഇതിന് തിരിച്ചടവ് വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇറ്റ് റിമെയിൻഡ് NPA ഫോർ എ പീരീഡ് എക്സീഡിങ് 12 months, 12 മാസം കഴിഞ്ഞിട്ടും ഇത് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ഈ അസറ്റുകൾ തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളെ പിന്നെ നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് കമ്പനിക്ക് തിരിച്ച് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു രൂപത്തിലേക്ക് അത് മാറും, ഡൗട്ട്ഫുൾ അസറ്റ്സ്. ദെൻ ലാസ്റ്റ് കാറ്റഗറി ലോസ് അസറ്റ്സ്. ഈ ലോസ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അത് ബാങ്കിന് ഇൻകം ജനറേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പാകുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന അസറ്റുകളാണ് നമ്മൾ എന്ത് പറയുക, ലോസ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ലോസ് അസറ്റ്സ് ആർ ദോസ് അസറ്റ് ഇൻ വിച്ച് ലോസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ്. ലോസ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത അസറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ഇത് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുക ബാങ്കുകൾ. ഹെൻസ് ദീസ് മസ്റ്റ് ബി റിട്ടേൺ ഓഫ് ഈവൻ ദോ ദർ മേ ബി എ റിമോട്ട് പോസിബിലിറ്റി ഓഫ് റിക്കവറി ഓഫ് എ പോർഷൻ ഓഫ് ഇറ്റ്. കുറച്ച് ഒരു ചെറിയ ഭാഗം തന്നെങ്കിൽ അത് തിരിച്ച് കിട്ടുമെന്ന് ഒരു സൂചന ഉണ്ടെങ്കിൽ പോലും നമ്മളത് എന്ത് ചെയ്യണം, ലോസ് അസറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ അസറ്റ്സുകൾ, ഈ ഓരോ അസറ്റ്സുകൾക്കും ഈ നോൺ പെർഫോമിംഗ് അസറ്റുകൾക്ക് എന്ത് ചെയ്യണം, ബാങ്കുകൾ കുറച്ച് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സർട്ടൺ എമൗണ്ട് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം അല്ലേ. ഈ നഷ്ടം നികത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ലോസ് നികത്താൻ ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് പ്രൊവിഷൻ നമ്മൾ നീക്കി വെക്കണം. അപ്പം ബാങ്കിങ് നിയമം പ്രകാരം ഓരോ അസറ്റിനും ഇത്ര ശതമാനം എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം എന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റിനെ വീണ്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് നല്ല ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് ആയിട്ട് നമുക്ക് 26,000 ഉണ്ട്. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ഡിമാൻഡ് ലോൺസ് ആയിട്ട് 92,20,000 ഉണ്ട്. ദെൻ ടേം ലോൺ ആയിട്ട് 75,45,000 ഉണ്ട്. ദെൻ ഇതിൻ്റെ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ചുവടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ് എത്രയാണ്, സബ് സ്റ്റാൻഡേർഡ് എത്രയാണ്, ഡൗട്ട്ഫുൾ എത്രയാണെന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആയിട്ട് സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് 15 lakh ആണ്. ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് 65 lakh ആണ്. ടേം ലോണ് 70 lakh ആണ്. ഇങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് 4 lakh, 10 lakh, 5 lakh, 45,000 ഈ രീതിയിലാണ് എമൗണ്ട് കിടക്കുന്നത്. ദെൻ ഡൗട്ട്ഫുൾ അസറ്റിനെ വീണ്ടും അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 1 year to 3 year, മോർ ദാൻ 3 year, ഈ 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഈ മൂന്നിനും ഓരോ റേറ്റുകളാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഈ 3 കാറ്റഗറിയിലും 3 തരം റേറ്റുകളാണ് വരുന്നത്. എനിവേ നമുക്ക് നോക്കാം. എമൗണ്ട് എന്ന് പറയുന്നത് അപ് ടു 1 year ആണെങ്കിൽ, ഡൗട്ട്ഫുൾ അസറ്റ് അപ് ടു 1 year ആണെങ്കിൽ 2,50,000, 5 lakh ആണ്. ദെൻ ടേം ലോൺ അതിലില്ല. ദെൻ 1 to 3 year ആണെങ്കിൽ 2,30,000, 6,50,000 അതിലും ടേം ലോണിൻ്റെ എമൗണ്ട് ഇല്ല. ദെൻ 1 to മോർ ദാൻ 3 year ആകുമ്പോൾ അത് 1,70,000, 3,50,000 എന്ന് വരും. ടേം ലോൺ അവിടെ ഇല്ല. ദെൻ ലോസ് അസറ്റ്സ് ആയിട്ട് നമുക്ക് 50,000ഉം 2,20,000 തന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് എല്ലാത്തിൻ്റെയും ടോട്ടലും കൂടെ തന്നിട്ടുണ്ട്. അസറ്റ്സിൻ്റെ ടോട്ടൽ വേറെയും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറയാണ് ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് എത്ര എമൗണ്ട് നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റി വെക്കണം. ഈ ബാങ്ക് എത്ര എമൗണ്ട് അവർ പ്രൊവിഷനായിട്ട് നീക്കി വെക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു 4 കോളം വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം എമൗണ്ട്, തേർഡ് കോളം പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പ്രോബ്ലത്തിലാണ് നമ്മളത് പറയുന്നത്. ഇതിൻ്റെ മുന്നേ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടില്ല.
അപ്പം ഈ പ്രോബ്ലത്തിൽ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് പറയും. ദെൻ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ, എത്രയാണ് പ്രൊവിഷനായിട്ട് നീക്കി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ അസറ്റിൻ്റെയും പ്രൊവിഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ് അല്ലേ. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,50 lakh ആണ്. കാരണം അതിൽ ബിൽ പർച്ചേസ്ഡ് ആയിട്ട് 15 lakh ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് 65 lakh ഉണ്ട്, ടേം ലോൺ ആയിട്ട് 70 lakh ഉണ്ട്. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് നമുക്ക് 1,50 lakh കിട്ടുന്നത്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് അസറ്റിനും നമ്മൾ കുറച്ച് പ്രൊവിഷൻ നീക്കി വെക്കണം. ഇതിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് 0.40% ആണ്. അതായത് 1% കുറവ് പ്രൊവിഷൻ മാത്രം അതിന് നീക്കി വെച്ചാൽ മതി, 0.4%. അപ്പം 1,50 lakhന്റെ 0.40% എന്ന് പറയുമ്പം 60,000 നമുക്ക് കിട്ടും. 60,000 നമ്മൾ പ്രൊവിഷനായിട്ട് സ്റ്റാൻഡേർഡ് അസറ്റിന് നീക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് 0.40% ആണ്. ദെൻ നെക്സ്റ്റ് വൺ സബ് സ്റ്റാൻഡേർഡ് അസറ്റുകൾ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 19,45,000 കിട്ടും. 3 കാറ്റഗറിയും കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 19,45,000 കിട്ടും. ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റിന് നമ്മൾ നീക്കി വെക്കേണ്ട പ്രൊവിഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% ആണ്. 15% നമ്മളതിന് മാറ്റി വെക്കേണ്ടത്. അപ്പം 90,45,000 15% എന്ന് പറയുന്നത് 2,91,750 കിട്ടും. 2,91,750. ഇനി ഡൗട്ട്ഫുൾ ഡെപ്സിന് അൺസെക്യൂർഡ്, സെക്യൂർഡ് ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അൺസെക്യൂർഡ് ആണെങ്കിൽ നമ്മൾ 40% ആണ്, സെക്യൂർഡിന് നമ്മൾ 60% ആണ് നമ്മൾ നീക്കി വെക്കേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെക്യൂർഡ് ആയിട്ടുള്ള പാർട്ടിന് നമ്മൾ 60% മാറ്റി വെക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ സെക്യൂർഡ് പോർഷനും അൺസെക്യൂർഡ് പോർഷനും നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡൗട്ട്ഫുൾ ഡെപ്സ് അസറ്റ്സുകളെല്ലാം കൂടെ ടോട്ടൽ ചെയ്യണം. ഡൗട്ട്ഫുൾ ഡെപ്സ് നമുക്കറിയാം 6 എമൗണ്ടുകളുണ്ട്. 1 ഇയറിൻ്റെ 2 എമൗണ്ട്, 3 ഇയറിൻ്റെ 2 എമൗണ്ട്, മോർ ദാൻ 3 ഇയറിൻ്റെ 2 എമൗണ്ട്, എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8,60,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോറി 8 lakh അല്ല, 21,50,000 എന്ന് നമുക്ക് കിട്ടും. 21,50,000. അപ്പം അതിൻ്റെ സെക്യൂർഡ് പോർഷൻ എന്ന് പറയുന്നത് 60% ആണ്, അൺസെക്യൂർഡ് 40% ആണ്. അപ്പം 21,50,000 അതായത് മൊത്തം ഡൗട്ട്ഫുൾ ഡെപ്സ് അസറ്റ്സിൻ്റെ 60% എന്ന് പറയുമ്പം സെക്യൂർഡ് ആണ്. ബാക്കി അൺസെക്യൂർഡ് 40% എന്ന് പറയുമ്പം 8,60,000 കിട്ടും. 8,60,000 കിട്ടും. അപ്പം ഈ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡൗട്ട്ഫുൾ ഡെപ്സ് ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100% ആണ്. പ്രൊവിഷൻ എന്ന് പറയുന്നത് 100% പ്രൊവിഷൻ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കണം അൺസെക്യൂർഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പം അൺസെക്യൂർഡ് 40%, ടോട്ടൽ ഡെപ്സിൻ്റെ 40% എന്ത് ചെയ്യുക, 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8,60,000 തന്നെ കിട്ടും. 8,60,000 ആണ് അൺസെക്യൂർഡ് പോർഷൻ. അത് ഫുള്ളും നമ്മൾ പ്രൊവിഷനായിട്ട് നീക്കി വെക്കണം. ഇനി സെക്യൂർഡ് പോർഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വരിക. അപ് ടു 1 year, 1 year to 3 year, മോർ ദാൻ 3 year വരിക. അപ്പം അതിൽ നമുക്ക് 1 by 1 ആയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ് ടു 1 year വരെ, 1 year വരെയുള്ള 2 എമൗണ്ടുകൾ നമുക്കറിയാം, 2,50,000 5 lakh അല്ലേ. അപ്പം നമുക്ക് 7,50,000 കിട്ടും. അപ്പോൾ 7,50,000 60% ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കേണ്ടത്, സെക്യൂർഡ് ആയിട്ട് കണക്കാക്കേണ്ടത്. ബാക്കി 40 നമ്മൾ ഓൾറെഡി അൺസെക്യൂർഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ പ്രൊവിഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 60% നോക്കുക നിങ്ങൾ. 60% 7,50,000 into 60 divided by 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,50,000 എന്ന് കിട്ടും. അപ്പോൾ ഡൗട്ട്ഫുൾ അപ് ടു 1 year വരുന്നത് 4,50,000 ആണ്. ടോട്ടൽ 7,50,000 4,50,000 ആണ് സെക്യൂർഡ് പോർഷൻ ഉള്ളത്. അതിന് സെക്യൂർഡ് പോർഷൻ നമ്മൾ കൊടുക്കേണ്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് 25% ആണ്. സെക്യൂർഡിൽ അപ് ടു 1 year വരെയുള്ള അസറ്റ്സിന് നമ്മൾ കൊടുക്കേണ്ടത് 25% ആണ്. ആ 25% നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,12,500 കിട്ടും. 1,12,500 കിട്ടും. ദെൻ 1 to 3 year വരെയുള്ള ഡൗട്ട്ഫുൾ ഡെപ്സ് ആണെങ്കിൽ, ഓക്കെ, ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ 1 to 3 year വരെയുള്ള ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ 2 എണ്ണത്തിൻ്റെയും കൂടെ എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8,80,000 കിട്ടും. 8,80,000 കിട്ടും.
അതായത് 2,30,000 6,50,000 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8,80,000 കിട്ടും. അതിൻ്റെ 60% ആയിരിക്കും എന്തായിട്ടുണ്ടാവുക, സെക്യൂർഡ് പോർഷൻ ആയിട്ട് ഉണ്ടാവുക. ബാക്കി 40% നമ്മൾ ഓൾറെഡി അൺസെക്യൂർഡ് ആയിട്ട് നമ്മൾ ടോട്ടൽ അത് പ്രൊവിഷൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സെക്യൂർഡ് പോർഷൻ എന്ന് പറയുന്നത് 8,80,000 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 100. അപ്പം അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5,28,000 കിട്ടും. 5,28,000. ഈ 1 to 3 year വരെയുള്ള ഡൗട്ട്ഫുൾ അസറ്റ്സിന് നമ്മൾ നീക്കി വെക്കേണ്ടത് 40% ആണ്. 40% പ്രൊവിഷൻ നമ്മൾ നീക്കി വെക്കണം. അപ്പം 5,28,000 40% എന്ന് പറയുമ്പം 2,11,200 കിട്ടും. 2,11,200. ഇനി മോർ ദാൻ 3 years ആണെങ്കിൽ, മോർ ദാൻ 3 years ഉള്ള ഡൗട്ട്ഫുൾ അസറ്റ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,70,000 3,50,000 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,20,000 ടോട്ടൽ ഡൗട്ട്ഫുൾ 3 ഇയറിൻ്റെ മുകളിലുള്ള ഡൗട്ട്ഫുൾ ഡെപ്സ് കിട്ടും. അതിൻ്റെ 60% ആണ് സെക്യൂർഡ് ആയിട്ടുള്ളത്. ബാക്കി 40% നമ്മൾ നേരത്തെ തന്നെ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ട് പ്രൊവിഷൻ നമ്മൾ നീക്കിയതാണ്. ബാക്കി 60% നമ്മൾ കാണണം. അപ്പം 5,20,000 60% എന്ന് പറയുമ്പം 3,12,000 കിട്ടും. 3,12,000. ഈ മോർ ദാൻ 3 ഇയേഴ്സിനുള്ള ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണെങ്കിൽ അതിന് 100% എന്ത് കൊടുക്കണം, നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം 3,12,000 കിട്ടും. 3,12,000 100% എന്ന് പറയുമ്പോൾ 3,12,000. ഇനി ലോസ് അസറ്റ്സ് ആയിട്ട് അവസാനം നമുക്ക് തന്നിട്ടുണ്ട് ഒരു 50,000 അതോടെ 2,20,000 കൂടെ തന്നിട്ടുണ്ട്. ടോട്ടൽ 2,70,000 ഉണ്ടാവും. ആ 2,70,000 നമ്മൾ ലോസ് അസറ്റ്സ് ആണെങ്കിൽ 100% നമ്മൾ അതിന് പ്രൊവിഷൻ നീക്കി വെക്കണം. അതായത് ഫുൾ എമൗണ്ട് പ്രൊവിഷനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പം അതിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് 2,70,000 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എന്ന് പറയുന്ന കോളം നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രൊവിഷൻ കിട്ടും. അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 21,17,415 കിട്ടും. 21,17,415. ഇത്രയാണ് അതിൻ്റെ ടോട്ടൽ പ്രൊവിഷനായിട്ട് നമ്മൾ അല്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യേണ്ടത്, അവരുടെ ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷനായിട്ട് അത് കാണിക്കേണ്ടത്. അപ്പം ഇത് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൽ അതർ ലാബിലിറ്റി ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഷെഡ്യൂൾ 5-ലാണ്. അതോടൊപ്പം ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അണ്ടർ ദ ഐറ്റം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസി. ഓക്കെ, അണ്ടർ ദ ഹെഡ് എക്സ്പെൻഡിച്ചർ അവിടെ നമ്മളത് കാണിക്കണം. ഇവിടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കാണാനുള്ള ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ CAR = ക്യാപിറ്റൽ ഫണ്ട്സ് ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് പ്ലസ് റിസ്ക് വെയ്റ്റഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്യാപിറ്റലിന്, ബാങ്കിൻ്റെ ക്യാപിറ്റലിനും റിസർവ്സിനും അവരുടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് മീറ്റ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ആ എമൗണ്ടുമായിട്ടുള്ള ഒരു താരതമ്യമാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ലാബിലിറ്റിയാണ്. കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് അവിടെ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് CAR = ക്യാപിറ്റൽ ഫണ്ട്സ് ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് പ്ലസ് റിസ്ക് വെയ്റ്റഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്.